കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇന്ന് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ദന്തരോഗത്തിൽ ഒന്നാണ് പല്ലുവേദന. പല്ലുവേദന കൊച്ചു കുട്ടികളിൽ തൊട്ട് മുതിർന്നവർക്ക് വരെ പല്ലുവേദന ഉണ്ടാകുന്നു. ഈ പല്ലുവേദന അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആദ്യമായി ഓടിച്ചെല്ലുന്നത് ഒരു ദന്ത ഡോക്ടറിലേക്കാണ്. ഇന്ന് പക്ഷേ ആ സമ്പ്രദായം മാറിക്കൊണ്ട് സ്വയം ചികിത്സയിലോട്ടാണ് മിക്കവരും എത്തിച്ചേരുന്നത്. ഗൂഗിൾ, കമ്പ്യൂട്ടർ എന്നിവയിലാണ് ആദ്യമായി തന്നെ എല്ലാ ആളുകളും ചെക്ക് ചെയ്തതിന് ശേഷം പല്ലുവേദനയ്ക്കായി ഓടിച്ചെല്ലുന്നത്. ഇതൊരു വളരെ തെറ്റായ ഒരു സമ്പ്രദായമാണ്. ആദ്യമായി ഞാൻ പറയട്ടെ, എന്താണ് ഈ പല്ലുവേദന? നമ്മുടെ പല്ലിൽ 3 ഘടകങ്ങളാണ് ആദ്യമായി കാണുന്നത്. ആദ്യം പല്ലിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറായ ഇനാമൽ, അത് കഴിഞ്ഞാൽ ഡെൻറ്റിൻ, അത് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ പൾപ്പ് അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുള്ള ഒരു ചേംബറാണ് ഈ പൾപ്പ് എന്ന് പറഞ്ഞത്. പല്ലുവേദന എങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുളിപ്പായിട്ടാണ് നമ്മൾ എല്ലാവരും അനുഭവപ്പെടുന്നത്. അപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഈ പുളിപ്പിന് വേണ്ടിയുള്ള പേസ്റ്റുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ മരുന്നുകളും മാത്രം നമ്മളെടുത്ത് ഉപയോഗിക്കുന്നു. എന്നാൽ ഈ പുളിപ്പ് ക്രമീണമായിട്ട് കൂടുതലായി അപ്പോൾ അത് വലിയൊരു കേടിലേക്ക് പോവുകയാണെന്നുള്ള അർത്ഥം നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. പല്ലുവേദന വരുമ്പോൾ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത വേദന വരുന്നു. അതേപോലെ തന്നെ പല്ലുവേദന വെച്ച് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷൻ കൂടി പല്ലിൻ്റെ വേരുകളിൽ ചെന്ന് അത് സിസ്റ്റായി അല്ലെങ്കിൽ ആപ്സസായി മാറുന്നു. ആപ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ നീര് വേദനയും അനുഭവപ്പെടുന്നു. ഇത് നമ്മൾ എന്തുകൊണ്ട് ആണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത്? പല്ലിൻ്റെ ഉള്ളിലുള്ള കേട് താഴോട്ടിറങ്ങി പൾപ്പ് ചേമ്പറിലെത്തി അത് ഇൻഫെക്ഷനായി വർഷങ്ങളോളം അത് ഇരുന്ന് ആ ബാക്ടീരിയയെ കോളനൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻഫെക്ഷൻ കൂടി അത് ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞ ആപ്സസ്. ഇത് ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം എന്തെന്ന് വെച്ചാൽ, പല്ലിന് പുളിപ്പോ വേദനയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫില്ലിങ്ങും അല്ലെങ്കിൽ അതിനുള്ള ദന്തപരിചരണം നേടുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങളുടെ പല്ലുകളെ നിങ്ങൾക്ക് സംരക്ഷിക്കാവുന്നതാണ്. കൊച്ചുകുട്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അവരുടെ ദന്തക്ഷയം വരുന്നതും അല്ലെ പല്ലിന് കേടുവരുന്നതും കാരണമാകുന്നത് അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ അതേപോലുള്ള ജങ്ക് ഫുഡ്സിലൂടെയാണ് കൊച്ചുകുട്ടികൾക്ക് കൂടുതലും കേടുകൾ സംഭവിക്കുന്നത്. മുതിർന്നവർക്കാകട്ടെ അവരുടെ ദുശീലങ്ങളിൽ നിന്നാണ് കൂടുതലായി പല്ല് വേദനയും അല്ലെങ്കിൽ പല്ലിനുള്ള കേടും സംഭവിച്ചു വരുന്നത്. പല്ലുവേദന വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ തോതിലാണെങ്കിൽ അത് പല്ലിനെ അടച്ചെടുത്ത് നമുക്കതിനെ ഭദ്രമാക്കി കഴിഞ്ഞാൽ അത് വളരെ സുഗമമായി തീരും. ഇല്ലെങ്കിൽ ഈ പല്ലുവേദന കൂടിക്കഴിഞ്ഞാൽ ഇത് പല്ല് റൂട്ട് കനാൽ എന്ന സംവിധാനത്തിലേക്ക് പോകും. ഇല്ലെങ്കിൽ അത് പല്ല് എടുത്തു കളയേണ്ട ഒരവസ്ഥയിലോട്ട് വരെ ഈ പല്ല് വേദന നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഇതാണ് പല്ലിൻ്റെ ഘടന. ഈ പല്ലിൻ്റെ ഘടനയിൽ ആദ്യമായി കാണുന്നതാണ് ഏറ്റവും ടോപ്പ് ലെയറാണ് ഇനാമൽ. അതിൻ്റെ ഉള്ളിലെ ലെയറാണ് ഡെൻറ്റിൻ. ഡെൻറ്റിന് ശേഷം കാണുന്നതാണ് പൾപ്പ് ചേംബർ. ഇതിലാണ് രക്തക്കുഴലുകളും നെർവ് എൻഡിങ്സും എല്ലാം തന്നെ ഉള്ളത്. ഈ പല്ല് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? പല്ലിരിക്കുന്നത് എല്ലിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ബോൺ. ഈ ബോണിലേക്കാണ്, നമ്മുടെ ബോണി സോക്കറ്റിലേക്കാണ് പല്ലുകൾ വന്ന് ചേർന്നിരിക്കുന്നത്. ആ ബോണി സോക്കറ്റിൻ്റെ മേളിലൂടെയാണ് കയറി വരുന്നത് ജിഞ്ചൈവ. ഈ ഘടകങ്ങളാണ് നമ്മുടെ പല്ലിനെയായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് പല്ല് കേട്? പല്ലിൻ്റെ ഉള്ളിൽ ഇനാമൽ ലെയറിൽ ചെറിയ ബാക്ടീരിയകൾ വന്ന് കോളനൈസ് ചെയ്യുന്നു. നമ്മൾ പല്ല് തേക്കാതെയും നല്ല രീതിയിൽ ആഹാരം കഴിക്കാതെയും കുട്ടികൾ, പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്സും അതേപോലുള്ള ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള കൂടുതൽ ആഹാരം കഴിക്കുന്ന കുട്ടികൾക്ക് ബാക്ടീരിയകൾ വന്ന് കോളനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നു. പല്ല് കേടെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നത് പല്ലിനെ ആരും തുറന്ന് ഇതാക്കുന്നതല്ല, ചീത്തയാക്കുന്നതല്ല. അതല്ലാതെ ഈ പറയുന്ന ഈ വസ്തുത ഇപ്പോൾ നമുക്കിത് കാണാം. പല്ലിൻ്റെ ഇനാമലിലേക്ക് ബാക്ടീരിയകൾ ഇറങ്ങി വന്നതിന് ശേഷം അതിനെ ഡിസൊല്യൂഷൻ ചെയ്യും. കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഇനാമൽ അവിടെ അലിഞ്ഞു പോവുകയാണ്. അലിഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ ഈ കേടുകൾ താഴോട്ട് ബാക്ടീരിയ തന്നെ ഇറക്കിക്കൊണ്ട് പോകുന്നു. ആദ്യത്തെ ലെയർ ഇനാമലിലെത്തി, രണ്ടാമത്തെ ലെയർ ഡെൻറ്റിനിലെത്തി. ഈ 2 ലെയറിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല്ലുകൾ അടച്ച് നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ ലെയറിലേക്ക് എത്തുമ്പോഴാണ് അസഹനീയമായ പല്ലുവേദന നമ്മൾ അനുഭവപ്പെടുന്നത്. ആ വേദനയ്ക്ക് മുന്നോടിയായി തന്നെ നമ്മൾ കണ്ടുവരുന്നത് പുളിപ്പ്.
അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള തലവേദന, ഈ സമയങ്ങളിൽ തന്നെ പല്ലുകൾ അടച്ച് എടുക്കാവുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ വലിയ വേദനയിൽ നിന്ന് നമുക്ക് ഈ ദന്ത സംരക്ഷണം ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ലെയറാണ് പൾപ്പ്. ഞാൻ പറഞ്ഞു ബ്ലഡ് വെസൽസും നെർവ് എൻഡിങ്സും ഉള്ള ഉള്ളിലുള്ള ആ ചേംബറാണ്. ആ ചേംബറിലേക്ക് നമ്മുടെ ഈ കേടുകൾ എത്തിക്കഴിഞ്ഞാൽ അസഹനീയമായ വേദന വരുന്നു. അതിനെ നമ്മൾ പിന്നെ റൂട്ട് കനാൽ അല്ലെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടുള്ള പല്ലാണെങ്കിൽ, റൂട്ട് കനാലും ചെയ്യാൻ പറ്റാത്ത പല്ലാണെങ്കിൽ അവയെ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ്. ഇത് ഒഴിവാക്കാനായി ആദ്യം തന്നെ ചെറിയ തോതിലുള്ള പല്ലുപുളിപ്പ്, ചെറിയ തോതിലുള്ള വേദനകൾ വരുമ്പോൾ തന്നെ ഒരു ദന്ത ഡോക്ടറെ കണ്ട് സമീപിച്ച് അതിനുള്ള ചികിത്സ തേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുതിർന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പല്ലുവേദന എന്ന് പറഞ്ഞാൽ അവർ പല്ലുകൾ അമക്കി തേച്ച് പല്ലുകൾക്കുള്ളിലുള്ള മോണ തേഞ്ഞ് കളയുകയാണ് സാധാരണ കണ്ടുവരുന്നത്. പല്ലുവേദന വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും അമിതമായി ശക്തിക്ക് ബ്രഷ് ചെയ്യുന്നു. മുതിർന്നവർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഇതാണ്, കൊച്ചിലെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നന്നായി പല്ല് തേച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളപ്പല്ല് വരുമെന്ന്. പ്രായമാകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പല്ലിൻ്റെ കളറ് കുറച്ച് ഒന്ന് മങ്ങും. അത് ഉള്ളിൽ നിന്നുള്ള ഡെൻറ്റീൻ്റെ ഒരു പ്രക്രിയയാണ്. അത് ചെറിയ തോതിൽ മഞ്ഞിപ്പ് വന്നാൽ പോലും പേടിക്കരുത്. അത് അമക്കി തേച്ച് ആ പല്ലിനെ ഇല്ലാതാക്കരുത്. പല്ലുവേദന വരുമ്പോൾ നമ്മൾ മിക്കവരും ആദ്യമായി അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത തലവേദന. മിക്കവരും പോയി ന്യൂറോ സർജനെയും ENTയെയും പോയി കാണുന്നു. തലവേദനയ്ക്ക് വേണ്ടി മൈഗ്രെയിൻ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി അവർ അത് ചികിത്സ തേടുന്നു. വീണ്ടും അവിടെ നിന്നാണ് പിന്നെ നമുക്ക് റെഫർ ചെയ്ത് സാധാരണ ഒരു ഡെൻ്റൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്നത്. തലവേദനയ്ക്കായുള്ള മരുന്നുകൾ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗുളികകൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുമ്പോൾ ഒരു ദന്ത ചികിത്സയോ അല്ലെങ്കിൽ ഒരു ദന്ത പരിശോധനയ്ക്കോ ഒന്ന് സമയം കണ്ടെത്തി അതിൽ നിന്നും ഒരു പോടോ അല്ലെങ്കിൽ മോണരോഗമോ ഉണ്ടെങ്കിൽ ഇതിനുള്ള ചികിത്സ തേടുവാണെങ്കിൽ നിങ്ങളുടെ തലവേദന ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ്. പല്ലുവേദന വരുമ്പോൾ മലയാളി ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ? നേരെ ഒരു മെഡിക്കൽ സ്റ്റോറിലോട്ട് ഓടിച്ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു ഷോപ്പിലോട്ട് ഓടിച്ചെന്ന് അതിനുള്ള മരുന്നുകളും അല്ലെങ്കിൽ പല്ലുവേദനയ്ക്കുള്ള പ്രൊഡക്ട്സും തലവേദനയ്ക്കുള്ള പ്രൊഡക്ട്സും എല്ലാം സ്വയം ചികിത്സയാണ് തേടുന്നത്. ഇത് വളരെ തെറ്റായ ഒരു സമ്പ്രദായമാണ്. ഇങ്ങനെ സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ദന്തപരിശോധന നടത്തി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.